بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു നാമമാണ് മുദക്കിർ എന്നുള്ളത്. ذكر يذكر تذكيرا فهو مذكر. ذكر എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിലാണ് മുദക്കിർ. അറബി ഭാഷാ പഠിതാക്കൾക്കൊക്കെ അറിയാം. മനസ്സിലാകാത്തവർ വിഷയമാക്കേണ്ട, അത് നമ്മുടെ അറബി ഭാഷയിലെ സാങ്കേതിക പ്രയോഗമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മുദക്കിർ എന്ന് പറഞ്ഞാൽ വാഇദുൻ, ഉപദേശിക്കുന്നയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല ഉപദേശം നൽകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫദക്കിർ, നബിയെ അങ്ങ് ഉപദേശം നൽകണം. ഇന്നമാ അൻത ഫദക്കിർ, ഇന്നമാ അൻത മുദക്കിർ, അങ്ങ് ഉപദേശം നൽകുന്നവർ ആകുന്നു, തീർച്ചയായും അങ്ങ് ഉപദേശം നൽകുന്നവർ ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വിജയത്തിനാവശ്യമായ എല്ലാ ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാ ഉപദേശങ്ങളും നൽകി. നമ്മുടെ ഐഹികമായ ദുനിയാവിലുള്ള എല്ലാ വിജയത്തിനും എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയാലാണ് നമുക്ക് ഈ ദുനിയാവിൽ സന്തോഷം ലഭിക്കുക, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് രൂപത്തിലാണ് നാം പ്രവർത്തിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ചിന്തിക്കേണ്ടത്, ഏത് വാക്കുകൾ പറയണം, എന്ത് പ്രവർത്തികൾ ചെയ്യണം, ഏത് രൂപത്തിൽ ജനങ്ങളോട് പെരുമാറണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തന്നു, എല്ലാം പറഞ്ഞു തന്നു. ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ, ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല, സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നോക്കൂ, വേണ്ടതൊക്കെ നമുക്ക് ഉപദേശം തരികയാണ്. മനിസ്തതഅ ഇലൈഹി സബീല, ഹജ്ജിന് കഴിവുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധമാവുക. ഇല്ലാത്തവർ സങ്കടപ്പെട്ടിരിക്കണ്ടേ? അവരുടെ സങ്കടം മാറ്റാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറ ഇലാ സ്വലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കഅജ്രിൽ ഹജ്ജിൽ മുഹ്രിമി. വുളു എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിലേക്ക് പോയി ജമാഅത്തിന് പങ്കെടുത്തു, പൂർണ്ണമായി ഹജ്ജ് ചെയ്ത ഒരാളുടെ പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാനമായ ഒരുപാട് സംഭവങ്ങൾ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹി നിസ്കരിച്ചു, അവിടെ തന്നെ ഇരുന്നു, ദിക്റിലായി, ഖുർആനിലായി. അങ്ങനെ സൂര്യൻ ഉദിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ തിരിച്ചു പോയാൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ വെച്ച് ഇൽമു പഠിച്ചാൽ, ഇൽമു പഠിപ്പിച്ചാൽ എന്താ പ്രത്യേകത? കാന ലഹു കഅജ്രി ഹജ്ജിൻ തമ്മൻ ഹജ്ജത്തു, പൂർണ്ണമായി ഹജ്ജ് ചെയ്ത ഒരാളുടെ പ്രതിഫലം. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഐഹികമായ പാരത്രികമായ വിജയത്തിന് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നൽകുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് നമുക്കെല്ലാം പറഞ്ഞു തന്നു. ഐച്ഛികമായതും നിർബന്ധമായതും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. എത്രയെത്ര കർമ്മങ്ങളാണ് നമ്മുടെ ജനനം മുതൽ മരണം വരെ
നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് വിജയമുണ്ടാവുക, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നു. എങ്ങനെ നിസ്കരിക്കണം, ആ നിസ്കാരത്തിന് എങ്ങനെയാണ് പ്രതിഫലം വർദ്ധിപ്പിക്കാൻ കഴിയുക, എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്, അതിൻ്റെ രൂപങ്ങളും ശൈലികളും ഭാവങ്ങളും എന്തൊക്കെയാണ്, എല്ലാം പറഞ്ഞു തന്നു, എല്ലാം വിശദീകരിച്ചു തന്നു. ദിക്റുകൾ പറഞ്ഞു തന്നു. കഴിയുന്നവർക്ക് അങ്ങനെ, കൂട്ടാൻ പറ്റിയവർക്ക് അതിന് പറ്റിയ രൂപത്തിലുള്ള ദിക്റുകൾ എല്ലാം വിശദീകരിച്ചു തന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുദക്കിറാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എല്ലാ കാര്യങ്ങളും യുദക്കിറുൽ ഉമ്മ, ഉമ്മത്തിനെ ഓർമ്മിപ്പിക്കും, ഉമ്മത്തിന് ഉപദേശങ്ങൾ നൽകും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നബി തങ്ങൾ നമുക്ക് നൽകിയ ഉപദേശങ്ങൾ അത് സ്വീകരിക്കലാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكملا. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി, റബ്ബിലേക്ക് എത്തിച്ചേരാനുള്ള വഴി അത് മുക്മിലായ റസൂലുള്ളാഹ് തങ്ങളെ പിൻപറ്റൽ മാത്രമാണ്. നബി തങ്ങളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും അവിടുത്തെ അവസ്ഥകളിലും എല്ലാ സമയത്തും അവിടുത്തെ അനുധാവനം ചെയ്താൽ നമുക്ക് വിജയം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.